5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ പണ്ടൊരു തമാശയുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊരു അമ്മ മക്കൾക്ക് പാല് കൊടുക്കാതെ അമ്മ പാല് കുടിക്കുകയായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര വിഷമമാണ്. മക്കൾക്ക് ചായ അല്ലെ കട്ടനൊക്കെയാണ് കൊടുക്കുക. കൂടുതലും കട്ടൻ ചായയാണ് കൊടുക്കുന്നത്. പാൽ അത്രയും അമ്മ കുടിക്കും. അപ്പോൾ ആ കുട്ടികൾ ചോദിച്ചു, അമ്മ എന്നാലും ഞങ്ങൾക്കൊരു തുള്ളി പാല് വരുന്നത്. എടാ, ഞാൻ ആരോഗ്യത്തിൽ ഇരുന്നാൽ മാത്രമേ നിങ്ങളെ നോക്കാൻ ആളുണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞാൻ കുടിക്കട്ടെ. ഈ തിയറി അനുസരിച്ചാണ് ബെഞ്ചമിൻ നെതന്യാഹു പോയി ബംഗറിലിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇസ്രായേൽ കാറ്റ്സ് പ്രധാനമന്ത്രിയും കൂടി, കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി, രണ്ടുപേരും കൂടി ബംഗറിലിരിക്കുകയാണ്. അപ്പോൾ ഈ ന്യായം അനുസരിച്ച് ബംഗറിൽ ഇരുന്നുകൊണ്ടല്ലേ അവർ ജീവിച്ചിരുന്നാലല്ലേ യുദ്ധം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പം വലിയ ആളുകൾ മരിച്ചാൽ നമുക്ക് പിന്നെ യുദ്ധം ഇല്ലല്ലോ, അല്ലെങ്കിൽ പ്രശ്നമാണല്ലോ, രാജ്യത്തെ രക്ഷിക്കാൻ ആൾ വേണ്ടേ. ആ നിലയിൽ ബംഗറിൽ ചെന്നിരിക്കുകയാണ്. പക്ഷേ നെതന്യാഹുമാരും അതുപോലെ തന്നെ ഹയത്തുള്ളമാരും പിന്നെ അതുപോലെ ട്രംപും ഒക്കെ തിരിച്ചറിയേണ്ടത് സാധാരണ ജനങ്ങൾ ഏത് ബംഗറിലാണ് ചെന്നിരിക്കുക. ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് CNN റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഇസ്രായേലിലെ ടെൽ അവീവിലും ജെറുസലേമിലും ഇറാൻ അടിച്ചിട്ടുണ്ട്, ഡ്രോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിലെ പ്രധാന ടൗണുകളിൽ ഇസ്രായേൽ ഡ്രോൺ വിക്ഷേപിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും ആക്രമണം നടത്തിയിട്ടുണ്ട്, വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആക്രമണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോറിൻ്റെയും ആണവ കേന്ദ്ര ബുദ്ധിയുടെയൊക്കെ വലിയ തലത്തൊട്ടപ്പിലായ ജനീൽ ഹുസൈൻ, സൈനിക മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഹാരി, മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, ആണവോർജ സമിതിയുടെ മുൻ ചെയർമാൻ അല്ലെങ്കിൽ തലവൻ മുഹമ്മദ് മഖ്തി ട്രഹാൻജി, അങ്ങനെ തുടങ്ങിയ നിരവധി ആളുകൾ മരിച്ചതായി CNN അനൗദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ പലതും ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. UN സെക്രട്ടറി ജനറലായിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്ന അദ്ദേഹം സമാധാനത്തിൻ്റെ ദൂതനായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കഥ ബെഞ്ചമിൻ നെതന്യാഹു, നമ്മുടെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം ബംഗറിലേക്ക് പോയതും പ്രതിരോധ മന്ത്രിയുമായിട്ട് പോയതും, അതുപോലെ തന്നെ നിരവധി ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചതും, ടെഹ്റാനിലും ടെൽ അവീവിലും ജെറുസലേമിലുമെല്ലാം ബോംബ് വർഷിച്ചതും അല്ലെങ്കിൽ ഡ്രോൺ വർഷിച്ചതും, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് രംഗത്ത് വന്നതുമൊക്കെ വലിയ വാർത്തയായി മാറിയിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയാകെ തന്നെ ഇരുണ്ട കരിനിഴലിലാണ് ഉള്ളത്. യുദ്ധം ഉണ്ടാകുമോ? ഇത് വലിയ രൂപത്തിൽ മാറുമോ? അമേരിക്ക എടുക്കുന്ന നിലപാടെന്താണ്? ഇന്ത്യയുടെ നിലപാടെന്താണ്? ഇതിനിടയിൽ ഹമാസുകാർ ഇതിനിടയിൽ കൂടി കയറി ഓടുന്നുണ്ട്. അപ്പോൾ ഹമാസുകാരുടെ നിലപാടെന്താണ്? അങ്ങനെ വളരെ വലിയ വ്യത്യസ്ത തോതിലാണ് ഇപ്പോൾ യുദ്ധം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ലോകം കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇനിയൊരു 3ാം ലോക മഹായുദ്ധം ഈ ലോകത്തുണ്ടാകുമോ എന്നുള്ള കാഴ്ചയിലേക്കാണ് ലോകം കാത്തിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വന്നു എന്നുള്ളത് വലിയ ഒരു പ്രകാശമാണ് കാണിക്കുന്നത്. അപ്പോഴും ഇറാനും ഇസ്രായേലും ഒരു മില്ലിമീറ്റർ പോലും പിറകിലോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ ട്രംപിൻ്റെ ബുദ്ധികേന്ദ്രത്തിൽ വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഈ തന്ത്രത്തിൽ ആരാണ് വീഴുക, ആരാണ് വാഴുക എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.